കഴിഞ്ഞ ദിവസം ആനപ്പാപ്പാന്മാർക്കായിട്ടൊരു PSC പരീക്ഷ നടത്തി. ഇതിലെ ചോദ്യങ്ങൾ വളരെ വിചിത്രമായിരുന്നു. ആനയെ പരിചരിക്കുന്ന പണിയാണ് ആനപ്പാപ്പൻ്റേതെന്ന് നമുക്കറിയാം. എന്നാൽ ആനയെക്കുറിച്ചുള്ള ഒറ്റ ചോദ്യം അതിനകത്തില്ലായിരുന്നു. ഇനി ആനയെ കണ്ടിട്ടില്ലാത്ത അല്ലെങ്കിൽ പാപ്പാൻ്റെ പണി അറിയാത്ത ആരെങ്കിലും ആയിരിക്കുമോ ഈ ചോദ്യമിട്ടത്? ദ്രവ്യവും പിണ്ടവും മുതൽ ലസാഗുവും ഉസാക്കയും വരെ അതിനകത്ത് ചോദ്യങ്ങളായി വന്നു. പക്ഷേ ആനയെക്കുറിച്ച് മാത്രം ചോദിക്കാൻ പറ്റിയില്ല. ആന പരിചരണത്തിനായി എന്തിനാണ് LDC മോഡൽ ചോദ്യപേപ്പർ എന്നാണ് ഇപ്പോൾ ആളുകൾ ചോദിക്കുന്ന ചോദ്യം. പാപ്പാന്മാർക്ക് ഈ അഭിപ്രായമുണ്ട്. എറണാകുളം, വയനാട് ജില്ലകളിലെ വനം വകുപ്പിന് കീഴിലുള്ള ആനപ്പാപ്പാന്മാർക്കായി PSC പരീക്ഷ നടന്നത് കഴിഞ്ഞ 14-ന്. ആദ്യം സിലബസ് ഒന്ന് നോക്കാം. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം മുതൽ ആറ്റത്തിന്റെ ഘടന വരെ, സൗരയൂഥവും സവിശേഷതകളും മുതൽ സാംക്രമിക രോഗങ്ങളും രോഗകാരികളും വരെ, പിന്നെയോ സംഖ്യകളും അടിസ്ഥാന ക്രിയകളും വർഗവും വർഗമൂലവും അങ്ങനെ നീളുന്നു. പക്ഷേ എവിടെയും ആനയെ കണ്ടില്ല എന്നതാണ് കാര്യം. ഒന്നര മണിക്കൂർ ദൈർഘ്യമുള്ള പരീക്ഷയുടെ ചോദ്യപേപ്പറിലേക്ക് വരാം. പാരപ്പറ്റിൽ വെച്ചിരിക്കുന്ന ചെടിച്ചട്ടി താഴേക്ക് പതിക്കുമ്പോൾ ഉണ്ടാകുന്ന ഊർജ്ജമാറ്റമേത്? യുദ്ധക്കപ്പലായ INS മഹീന്ദ്രയ്ക്ക് ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്തെ മലനിരകളുടെ പേരാണ് നൽകിയിരിക്കുന്നത്? ദൃശ്യപ്രകാശം അതിന്റെ ഘടകവർണ്ണങ്ങളായി വേർതിരിയുന്ന പ്രതിഭാസം ഏത്? ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ഭാഗത്താണ് മൗലിക കടമകളെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്? ഇങ്ങനെ സിലബസിനോട് കിടപിടിക്കുന്ന ചോദ്യങ്ങൾ. ചോദ്യപേപ്പറിലും ആനയും ആനപരിചരണവും പുറത്ത്. ഗതികോർജവും സ്ഥിരോർജവും 12ാം പഞ്ചവത്സര പദ്ധതിയും ഉൾപ്പെടെയുള്ള അറിവുകളാണോ ആനയെ നോക്കാനുള്ള യോഗ്യതാ മാനദണ്ഡമെന്നാണ് ഉയരുന്ന ചോദ്യം. ദേവസ്വം ബോർഡുകളിൽ 4ാം ക്ലാസ്സാണ് ആനപ്പാപ്പാന്മാർക്കുള്ള യോഗ്യത. പ്രായോഗിക ജ്ഞാനത്തിനാണ് പ്രഥമ പരിഗണന. പക്ഷേ വനം വകുപ്പിന്റെ ആനകളുടെ കാര്യം വന്നപ്പോൾ ഇത് 7ാം ക്ലാസ്സായി. വിദ്യാഭ്യാസ യോഗ്യതയിൽ പരിധിയും നിശ്ചയിച്ചിട്ടില്ല. കാലങ്ങളായി ആനപ്പണിയെടുക്കുന്നവരുണ്ട് വനം വകുപ്പിന് കീഴിൽ. ഇവരെ ഒന്നും പരിഗണിച്ചിട്ടില്ല. ചോദ്യപേപ്പറിലാകട്ടെ ആനയുമില്ല. അന്റാർട്ടിക്കയിലെ കാലാവസ്ഥാ മാറ്റത്തെക്കുറിച്ച് പറഞ്ഞാൽ ആനയെ തളയ്ക്കാൻ കഴിയുമോ? സുർജിത് അയ്യപ്പത്ത്, 24 വയനാട്. ഒരിക്കലും കഴിയില്ല സുർജിത് അയ്യപ്പത്തെ. ആനപ്പാപ്പാൻ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ഇട്ട് വെച്ച ആളുടെ തല വെളി കാണിക്കരുത്. വിദേശ നാട്ടുകാരടിച്ചുകൊണ്ട് പോകും.